ഹായ്, നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അതിൻ്റെ മകളാട്ടോ. അതുപോലെ അവൾക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം പറയും ഞാൻ ചെയ്യാൻ. പിന്നെ അരിവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകി അതിൽ ചിലപ്പോൾ പൊടിയോ പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അടിവശത്ത്, ഇലയുടെ അടിയിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല അരച്ചെടുക്കണം. ലേശം വെള്ളം ചേർത്തിട്ട് നല്ലോണം അരയ്ക്കുക. നല്ല നൈസായി അരച്ചാലാണ് നമുക്ക് അരിച്ചെടുക്കാൻ അതിൻ്റെ നീര് ഫുള്ള് കിട്ടുള്ളൂ. ലേശം വെള്ളം ചേർത്താൽ മതി, തോനെ ചേർക്കരുത്. അത് നമുക്ക് ബേസിലേക്ക് പാരാനുള്ളതാണ്. അപ്പോൾ ലേശം നല്ലോണം അരയ്ക്കുക. നല്ലോണം അരച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്തൊരു ചെറിയൊരു അരിപ്പയിൽ, അല്ലെങ്കിൽ തുണിയോ, വേണ്ടാത്ത വല്ല തുണീൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അതിലെടുത്തിട്ട് പിഴിഞ്ഞാലും മതി. ലേശമല്ലേ ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ട് അരിച്ച് നല്ല നീര് ഫുള്ള് എടുക്കണം കേട്ടോ. ഒരു തുള്ളി പോലും കളയരുത്. നമ്മൾ അത്രയും ചിലപ്പോൾ അരിവേപ്പിൻ്റെ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതന്നെ ഞാനൊരു വീട്ടിൽ പോയിട്ട് എടുത്തു കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഹൈറ്റിലാണ്. ഇതുപോലെ നന്നായിട്ട് നീര് ഫുള്ള് എടുക്കണം. അതുപോലെ എടുക്കണം കേട്ടോ. പിന്നെ അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലൊരു പാത്രത്തിൽ വെള്ളം ഇതുപോലെ വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ വെള്ളത്തിലൊരു പാത്രം വയ്ക്കുക. ഡബിൾ ബോയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മളെ ബേസിൻ ഫുള്ളിടുക. ഫുള്ളെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു പാത്രമാകൊണ്ട് അതിലേക്ക് ഒരുപാട് പറ്റില്ല. അതുകൊണ്ട് ശകലം ഇട്ടിട്ടുള്ളൂ. ഞാൻ രണ്ട് തവണയായിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതിൽ ലേശം അത് ഇട്ടതിന് ശേഷം അത് ഉരുകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തേക്കുക. ഇതിൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കണില്ല, കളറോ ഒന്നും ചേർക്കണില്ല. നമ്മൾ എന്തെങ്കിലും കളറ് ചേർത്താലൊക്കെ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അത് ചൊറിച്ച് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കളറും സ്മെല്ലൊന്നും ചേർക്കണില്ല അതിൽ. ഇതിങ്ങനെ അതിൻ്റെ കളർ മാത്രമാണ്. അരിവേപ്പിൻ്റെ പച്ച കളറല്ല, അതന്നെ സെയിം കളറിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായി ഉരുകിയതിന് ശേഷം കട്ടയൊന്നും പാടില്ല കേട്ടോ. അതുപോലെ കട്ട കാണാൻ പാടില്ല. കട്ട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ നീര് പാരുമ്പോൾ കട്ടകളായിട്ടിരിക്കും. ഉരുക്കി കിട്ടും, പക്ഷെ എന്നാലും ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ അച്ചിലോട്ട് പാരുമ്പോൾ ആ വൃത്തി ഉണ്ടാവില്ല. നല്ലോണം ഉരുകണം കേട്ടോ. അല്ലെങ്കിൽ കട്ട ഉണ്ടാകുമ്പോൾ നമ്മൾ ആ നീര് പാരുമ്പോൾ നല്ല നീര് പാർന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചിലേക്ക് പാരുമ്പോൾ അതിൻ്റെ കട്ട അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് പോലെ തോന്നും. എന്നിട്ട് നല്ലോണം പാരുക. നല്ല നീര് ഫുള്ള് അതിൽ പാർന്നിട്ട് ഗ്രീൻ കളറിൽ കണ്ടോ അതുപോലെ കാണും. നമ്മൾ അച്ചിലേക്ക് ഇത് പാരുമ്പോൾ ഇത് ഫുള്ള് നീര് തുള്ളി പോലും ബാലൻസ് ചെയ്തതിൻ്റെ ചെറിയ പാത്രമാവുകൊണ്ട് പുറത്തേക്ക് തള്ളിപ്പോകുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ലോണം ഇളക്കി അത് നല്ല യോജിപ്പിച്ചെടുക്കുക. ഗ്രീൻ കളറിൽ കണ്ടോ അതുപോലെ കാണും. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതാകുമ്പോൾ ഇതുപോലെ കളർന്നിട്ട് അച്ചിലോട്ട് പാരുക. ഇന്നത്തെ വീഡിയോ സൂപ്പറായില്ലേ? അടിപൊളി വീഡിയോ ആണ്. എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ.